തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. കൊലയ്ക്ക് ശേഷം പ്രതി രക്ഷപ്പെട്ട സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രതി ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടേക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കൊല്ലപ്പെട്ട ആതിരയുടെ സുഹൃത്തായ എറണാകുളം സ്വദേശിയായ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത്. ആതിരയുടെ ഭർത്താവായ ക്ഷേത്രപൂജാരി രാജീവിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. കഠിനംകുളം പാടിക്കവിളാകം ഭർണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയായ വെഞ്ഞാറമൂട് സ്വദേശി ആതിരയാണ് ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാവിലെ 5:30 ക്ഷേത്രത്തിലേക്ക് പോയ രാജീവ് രാവിലെ 11:30 മടങ്ങിയെത്തിയപ്പോഴാണ് ആതിര മരിച്ചു കിടക്കുന്നത് കണ്ടതെന്നാണ് പോലീസിന് നൽകിയ മൊഴി. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം. യുവതിയുടെ സ്കൂട്ടറും കാണാതായിരുന്നു. കൃത്യം നടത്തിയ ശേഷം പ്രതി രക്ഷപ്പെട്ടത് ഈ സ്കൂട്ടറിലാണെന്ന് കരുതുന്നു. സ്കൂട്ടർ പിന്നീട് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പോലീസ് കണ്ടെത്തി. റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിന് സമീപമാണ് സ്കൂട്ടർ വെച്ചിരുന്നത്. ഇതോടെ പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടോ എന്ന സംശയത്തിലാണ് പോലീസ്. ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് എറണാകുളത്തും തെരച്ചിൽ നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ വിവരങ്ങളും കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. അതേസമയം വീട്ടിലാരെങ്കിലും വരുന്നതായി കണ്ടവരില്ല. പ്രതി മതിൽ ചാടിയാണ് വീട്ടിലേക്ക് എത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവ് എറണാകുളം സ്വദേശിയാണ്. ആതിര ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇയാളെ പരിചയപ്പെട്ടത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ കഠിനംകുളത്തെത്തിയതെന്ന് പോലീസ് പറയുന്നു. പെരുമാതുറയിൽ വീട് വാടകയ്ക്കെടുത്തായിരുന്നു താമസം. തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഇയാൾ വീട്ടിൽ നിന്നും അവസാനമായി പുറത്തുപോയത്. ഈ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കാര്യമായി ഒന്നും ലഭിച്ചില്ല. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. ആതിരയുടെ ഭർത്താവ് രാജീവിനെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. പ്രതിയിൽ നിന്ന് വധഭീഷണി ഉണ്ടായിരുന്നതായി ആതിര പറഞ്ഞിരുന്നുവെന്ന് രാജീവ് മൊഴി നൽകിയിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യലിൽ ഇക്കാര്യത്തിലും അന്വേഷണ സംഘം വ്യക്തത വരുത്തും. യുവതിയുടെ സമൂഹമാധ്യമ അക്കൗണ്ട് വിവരങ്ങളും ഫോൺ കോൾ രേഖകളും അടക്കം പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 കഴക്കൂട്ടം.